പ്ലാറ്റിപ്പസ് മുട്ടയിടുന്ന ഒരു സസ്തനിയാണ്. പക്ഷിയാണോ, മൃഗമാണോ, ഇഴജന്തുവാണോ, എന്താണ് ഇതിന് വിളിക്കേണ്ടത് എന്ന് സയന്റിസ്റ്റുകൾ എപ്പോഴും കൺഫ്യൂഷനിലാണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ഇവരെ മോണോട്രിയം എന്നാണ് വിളിക്കുക. വെള്ളത്തിനടിയിൽ 2 മിനിറ്റാണ് ശ്വാസം പിടിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ കൊക്ക് വേഗത്തിൽ ചലിപ്പിച്ച് വെള്ളത്തിനടിയിൽ ഇരകളെ കൃത്യസ്ഥലത്ത് കണ്ടുപിടിച്ച് ഇരപിടിച്ച് മുകളിലേക്ക് പൊങ്ങും. വെള്ളത്തിനടിയിൽ കണ്ണും കാതും വെള്ളം കയറാതിരിക്കാൻ അടച്ചുവെക്കും. അവിടെ പ്രവർത്തിക്കുന്നത് പ്ലാറ്റിപ്പസിന്റെ 6ാം ഇന്ദ്രിയമാണ്. മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു ഇലക്ട്രോ ലൊക്കേറ്റർ, അതാണ് പ്ലാറ്റിപ്പസിന്റെ 6ാം ഇന്ദ്രിയം. താറാവ് പോലത്തെ കൊക്കിനകത്ത് 40,000 കോശങ്ങളാണത്രേ ഉള്ളത്. ഇത് ചെറിയ തോതിലുള്ള വൈദ്യുത തരംഗങ്ങളെ പോലും ലൊക്കേറ്റ് ചെയ്യും. എല്ലാ ജീവികൾക്കും ഒരു ചെറിയ തോതിലുള്ള വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാകുമല്ലോ. തലച്ചോറിലേക്കും മറ്റും സിഗ്നൽ അയക്കുന്നത് ഇത്തരം വൈദ്യുത തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. നമുക്കുമുണ്ട് ഒരു 25 വാട്ട്സ് വൈദ്യുതി ശരീരത്തിൽ. ഇതുപോലെ എല്ലാ ജീവികളിൽ നിന്നും വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടും. പ്ലാറ്റിപ്പസ് അതിന്റെ ഇരയായ ചെറിയ മീനുകളുടെയും കൊഞ്ചുകളുടെയും ഒക്കെ തരംഗങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ഏത് പാറക്കടിയിലായാലും അതിനെ പിടിച്ച് ശാപ്പിടുകയും ചെയ്യും. നമുക്കറിയാവുന്ന കരയിലെ 2 ജീവികൾക്ക് കൂടെ ഈ ഇലക്ട്രോ ലൊക്കേറ്റർ ഉണ്ട്. ഒന്ന് തേനീച്ചയാണ്, മറ്റൊന്ന് കൂർക്കനും.